കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിയെ പ്രതിരോധിക്കാനും അധികാരം തിരിച്ചുപിടിക്കാനും കോൺഗ്രസ് ഇത്തവണ സ്വീകരിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തവും തന്ത്രപരവുമായ സമീപനമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രമുഖരെ ഉൾപ്പെടുത്തിയും ചില അപ്രതീക്ഷിത വെട്ടിനിരത്തലുകൾ നടത്തിയും പാർട്ടി ഹൈക്കമാൻഡും KPCCയും തങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും വലിയ വാർത്ത സിറ്റിംഗ് MLA-മാരായ K. ബാബുവിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒഴിവാക്കി എന്നുള്ളതാണ്. പതിറ്റാണ്ടുകളായി തൃപ്പൂണിത്തറ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന K. ബാബുവിനെ മാറ്റുന്നത് പാർട്ടിയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ അവസരം നൽകുക എന്ന ഹൈക്കമാൻഡ് നയത്തിന്റെ ഭാഗമായാണ് ഇതെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കിയത് അണികൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും തന്ത്രപരമായ മറ്റെന്തെങ്കിലും ദൗത്യം അദ്ദേഹത്തിന് നൽകാൻ സാധ്യതയുണ്ട്. UDFന്റെ ഉരുക്ക് കോട്ടയായ വയനാട്ടിൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം അല്പം സങ്കീർണമാണ്. സുൽത്താൻ ബത്തേരിയിൽ സിറ്റിംഗ് MLA ആയ IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇതേസമയം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ വിജയനെ സജീവമായി പരിഗണിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. IC ബാലകൃഷ്ണൻ മത്സരരംഗത്തുണ്ടെങ്കിലും ഉഷാ വിജയനെ മാനന്തവാടിയിലേക്ക് മാറ്റാനാണ് ധാരണ. പൗരത്വ നിയമം, പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയവ സജീവമായ വയനാട്ടിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത് ഗുണകരമാകുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ K. മുരളീധരനിലാണ്. വട്ടിയൂർക്കാവിൽ അദ്ദേഹം വീണ്ടും ജനവിധി തേടുന്നത് മണ്ഡലം തിരിച്ചുപിടിക്കാനാണ്. കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ ഇത്തവണ വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത്. പത്മജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ അവർക്കെതിരെ മുതിർന്ന നേതാവ് TV ചന്ദ്രമോഹനെ ഇറക്കി പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. കുടുംബ ബന്ധങ്ങളെക്കാൾ രാഷ്ട്രീയ നിലപാടുകൾക്ക് മുൻഗണന നൽകുന്ന ഒരു പോരാട്ടത്തിനാകും തൃശൂർ സാക്ഷ്യം വഹിക്കുക. പത്മജയല്ല സ്ഥാനാർത്ഥിയെങ്കിൽ ജോസഫ് ടാജറ്റിനാകും അവിടെ നറുക്കു വീഴുക. ഗ്ലാമർ പോരാട്ടങ്ങൾക്കും ഇത്തവണ കുറവില്ല. പാലക്കാട് മണ്ഡലത്തിൽ ജനപ്രിയ നടൻ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം യുവ വോട്ടർമാരെയും നിഷ്പക്ഷ വോട്ടർമാരെയും ലക്ഷ്യം വെച്ചുള്ളതാണ്. കഴിഞ്ഞ കുറെ കാലമായി പാർട്ടി വേദികളിൽ സജീവമായ പിഷാരടിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിത്വം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻചാണ്ടി, ബിനു ചൂളിയിൽ എന്നിവരുടെ പേരുകളാണ് ഇവിടെ പരിഗണിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിലെ സഹതാപ തരംഗം ചെങ്ങന്നൂരിലും പ്രതിഫലിക്കുമെന്നും മറിയത്തിന്റെ സാന്നിധ്യം സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുമെന്നും നേതൃത്വം കരുതുന്നു. വിവിധ മണ്ഡലങ്ങളിൽ ഇതിനോടകം തീരുമാനമായ ചില പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇവരാണ്. ബിന്ദു കൃഷ്ണ കൊല്ലത്തെ കോൺഗ്രസിന്റെ കരുത്തുറ്റ വനിതാ മുഖം. VT ബൽറാം തൃത്താല പിടിച്ചെടുക്കാൻ ബൽറാമിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ പാർട്ടിക്കില്ല. ജ്യോതികുമാർ ചാമക്കാല ചാനൽ ചർച്ചകളുടെ സുപരിചിതനായ ചാമക്കാല മണ്ഡലത്തിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്ന് പാർട്ടി കരുതുന്നു. രമ്യ ഹരിദാസ് ആലത്തൂരിലെ തോൽവിക്ക് ശേഷം രമ്യയെ നിയമസഭയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണിത്. ഷാനിമോൾ ഉസ്മാൻ അരൂരിലെ പോരാട്ടത്തിൽ ഷാനിമോളുടെ അനുഭവ സമ്പത്ത് ഗുണകരമാകും. വെറും സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ല, സമുദായ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങളും കോൺഗ്രസ് മെനയുന്നുണ്ട്. യുവാവും പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവുമായ രാജേഷ് സഹദേവനെ OBC വിഭാഗം ചെയർമാനായി നിയമിച്ചത് ഈ ലക്ഷ്യത്തോടെയാണ്. പിന്നോക്ക വോട്ടുകൾ LDFിലേക്ക് പോകുന്ന തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളും അന്തിമഘട്ടത്തിലാണ്. തിരുവമ്പാടി, പട്ടാമ്പി, കളമശ്ശേരി, കൊച്ചി തുടങ്ങിയ സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ച് ധാരണയായാൽ UDF സംവിധാനം കൂടുതൽ ശക്തമാകും. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ സഹായിക്കും. കേരള നിയമസഭയിലെ 140 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 71 എന്ന സംഖ്യ മറികടക്കാൻ ഇത്തവണ സാധിക്കുമെന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും വിശ്വസിക്കുന്നു. ഗ്രൂപ്പ് വൈരാഗ്യങ്ങൾ മാറ്റിവെച്ച് വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാമെന്നാണ് കണക്കുകൂട്ടൽ. കോൺഗ്രസ് പ്രഖ്യാപിച്ച 19 സ്ഥാനാർത്ഥികളും സിറ്റിംഗ് MLA-മാരും ചേരുമ്പോൾ UDFന്റെ പ്രചരണത്തിന് വേഗത കൂടും. എന്നാൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഇല്ലാതെയും സീറ്റ് മോഹികളെ പിണക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് നേതൃത്വത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. ഇടത് മുന്നണിയുടെ വികസന നേട്ടങ്ങളെ രാഷ്ട്രീയമായി നേരിടാൻ പുതുമുഖങ്ങളും പ്രമുഖരും അടങ്ങുന്ന ഈ സംഘത്തിന് സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങൾ തെളിയിക്കും. ജനകീയ പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും വേണ്ടവിധം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ 2026-ൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം അസാധ്യമല്ല എന്ന സന്ദേശമാണ് ഈ പ്രാഥമിക പട്ടിക നൽകുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ എതിർപക്ഷങ്ങളായ CPM-ഉം BJP-യും അതീവ ജാഗ്രതയോടെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. ഭരണ തുടർച്ചയുടെ കാര്യത്തിൽ ജനവിധി തേടുന്ന ഇടത് മുന്നണിയും കേരളത്തിൽ വേരോട്ടം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന NDA-യും തന്ത്രപരമായ നീക്കങ്ങളുമായി രംഗത്തുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ വികസന നേട്ടങ്ങൾ കൊണ്ട് മറികടക്കാനാണ് CPM ശ്രമിക്കുന്നത്. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേരെയും വീണ്ടും മത്സരിപ്പിക്കാനാണ് പ്രാഥമിക ധാരണ. എന്നാൽ തുടർച്ചയായി 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന കർശന നിലപാട് ഇത്തവണയും പാർട്ടി സ്വീകരിച്ചേക്കും. ഇത് പുതുമുഖങ്ങൾക്കും യുവ നേതാക്കൾക്കും കൂടുതൽ അവസരം നൽകാൻ സഹായിക്കും. പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഗ്ലാമർ സ്ഥാനാർത്ഥികളെ ഇറക്കുമ്പോൾ മറുതന്ത്രവുമായി കരുത്തരായ പ്രാദേശിക നേതാക്കളെ തന്നെ അണിനിരത്താനാണ് CPM-ന്റെ നീക്കം. വിഘടിച്ചു നിൽക്കുന്ന വോട്ടുകളെ ഇടതുപക്ഷ
ഭൂരിപക്ഷത്തേക്ക് എത്തിക്കാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂർ ഉൾപ്പെടെയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ വലിയ അട്ടിമറികളാണ് BJP ലക്ഷ്യം വെക്കുന്നത്. പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ ഇറക്കുന്നതിലൂടെ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയും ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി അടുപ്പം സ്ഥാപിക്കാനുള്ള സ്നേഹയാത്ര പോലുള്ള പരിപാടികളിലൂടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. ദേശീയ നേതാക്കളെ പ്രചാരണത്തിനായി വൻതോതിൽ എത്തിക്കാനും NDA പദ്ധതിയിടുന്നുണ്ട്. ചുരുക്കത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണ തന്ത്രങ്ങളിലും CPM-ഉം BJP-യും വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മത്സരത്തിന്റെ ചിത്രം കൂടുതൽ വ്യക്തമാകും.